ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. പതിവ് പോലെ ചോദിക്കുന്ന ചോദ്യം, ഇന്ന് ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നത്. എന്തുവാണെന്നറിയാമോ? എൻ്റെ യൂട്യൂബിൽ എൻ്റെ വീഡിയോസിന് എന്താ ലൈക്ക് ഒക്കെ കുറവെന്ന് ഒരു പാർട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു പാർട്ടിയാണ് ചോദിച്ചത്. അന്നേരം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചോദിച്ച അവർ പോലും നമുക്ക് ലൈക്ക് അടിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ലൈക്ക് അടിക്കുന്നത്? എൻ്റെ ഒരു ചോദ്യമാണ്. ഈ ലൈക്ക്, നമ്മുടെ വീഡിയോസിന് എന്ത് ലൈക്ക് കുറവെന്ന്, അത് സത്യത്തിലൊരു ചോദ്യമാണ്. കാരണം കുറേ നാളുകളാകുമ്പോൾ കുറേ ഫ്രണ്ട്സെങ്കിലും കാണും, അവർ നമുക്ക് ലൈക്ക് അടിക്കുകയും എല്ലാം ചെയ്യും. സത്യത്തിൽ ഈ ചോദ്യം എനിക്കും ഉണ്ട്, നല്ല ഒരു ചോദ്യമാണ്. കാരണം എന്തുകൊണ്ടാണ് ലൈക്ക് കുറവെന്ന്? കാരണം വീഡിയോസ് ഒരുപാട് പേര് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ലൈക്ക് കുറവ് എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും കൈ പിടിച്ച് വെച്ച് ലൈക്ക് അടിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അവരവർക്ക് സ്വയം തോന്നണം. അവരെക്കൊന്ന് നമ്മളെ കൂടിയിരിക്കുന്നവർ പോലും നമുക്ക് ലൈക്ക് അടിക്കത്തില്ല. അതാണ് ഇപ്പോഴത്തെ കാലം. കാരണം നമുക്ക് CM ഓപ്പണായെന്ന് പറഞ്ഞ സമയത്തിന് മുൻപ് നമുക്ക് നല്ല ലൈക്ക് ഉണ്ടായിരുന്നു. ഏതിലാണെന്നറിയാമോ? ഫേസ്ബുക്കിൽ. അത് ഓപ്പണായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ കുറേ കുറഞ്ഞ്. അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിൽ, ഓരോ ആളുകളുടെ മനസ്സിൽ അവരവരുടെ ആറ്റിറ്റ്യൂഡിനുണ്ടാകുന്ന മാറ്റമാണ്. നമുക്കതിനൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെയും വീഡിയോസിന് കിട്ടുന്ന ലൈക്ക് കിട്ടാത്ത എന്തെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കട്ടെ. എനിക്കതിനൊന്നും പറയാനില്ല. ചോദിച്ചവർ തന്നെ ലൈക്ക് അടിക്കാത്ത സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ലൈക്ക് അടിക്കുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. അതിനുള്ള മറുപടി ഇതാണ്. അപ്പോഴേ അതൊന്നും കാര്യമില്ല. നമ്മളിപ്പം സത്യത്തിൽ ഇത് ടൈം പാസിനായിട്ട് തുടങ്ങിയതുകൊണ്ട് അതൊന്നും വിഷയമില്ല. എന്തായാലും ഇങ്ങനെ ഓരോ ദിവസവും വന്നിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എനിക്ക് പനി ചെറുതായിട്ട് അടിച്ചു. അത് ഇന്നലെ പനി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുമൊക്കെ ആയിട്ട് ഞാൻ മൂടി പതിച്ച് കിടന്നത്. ഇന്ന് രാവിലെ അല്പം മാറ്റമുണ്ട്. പിന്നെ ഞാൻ മരുന്നൊന്നും കഴിക്കാതിരുന്നാൽ മാറത്തില്ല. അതുകൊണ്ട് ഒരു ഗുളികയൊക്കെ കഴിച്ച് 2 എണ്ണം കഴിച്ച് പാരസെറ്റാമോൾ രാവിലെ ഉച്ചയ്ക്കും. അപ്പോഴ് പിന്നെ കുറച്ച് മാറ്റം വന്നു. 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച്, ചൂട് വെള്ളം കുടിച്ച്, ചുക്ക് കാപ്പി ഇട്ട് കുടിച്ച്, ചായ കുടിച്ച്, വെള്ളങ്ങൾ അങ്ങനെ പല സെക്ഷനായിട്ട് കുടിച്ചപ്പോഴത്തേനും ഒരുവിധം ഓക്കെ ആയി. അങ്ങനെ ഇവിടെ വന്നിരിക്കുക. അന്നേരമാണ് ഒരു പാർട്ടി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചത്. എൻ്റെ വീഡിയോസ് എന്ത് ഇത് വരാത്തത്, എനിക്ക് റീച്ച് വരാത്ത എന്ത് എന്ന് എന്നോട് തന്നെ ചോദിക്കുന്നത്. സത്യമാണ് ചോദ്യം. കാരണം ഞാൻ അതനുസരിച്ചുള്ള കണ്ടൻറ്റ് ഇടാത്തത് കൊണ്ടാണ്, നല്ല കണ്ടൻറ്റ് കണ്ടുപിടിച്ച് ഇടാത്തത് കൊണ്ടാണ് എൻ്റെ വീഡിയോ റീച്ച് ആകാത്തത്. അത് എൻ്റെ കയ്യിൽ തന്നെ കുഴപ്പമാണ്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾക്ക് ലൈക്ക് അടിക്കണമെന്ന് തോന്നണമെങ്കിൽ അവരൊക്കെ അതനുസരിച്ചുള്ള കണ്ടൻറ്റ് നമ്മൾ കൊടുക്കണം. നമ്മൾ നല്ല കണ്ടൻറ്റ് ക്രിയേറ്റർ ആയിക്കൊണ്ടിരിക്കണം. നമ്മളിതൊന്നും ചെയ്യാതെ ചുമ്മാതെ ഓരോന്ന് കിട്ടണമെന്നും പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാനത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത്, അതുകൊണ്ട് നല്ല കണ്ടൻറ്റ് ഇടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇന്ന് സത്യത്തിൽ ഞാൻ നല്ലൊരു കുക്കിംഗ് വീഡിയോ എടുത്ത് വെച്ചതാണ്. പക്ഷേ ഒരബദ്ധം പറ്റി. ഞാൻ എൻ്റെ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി അങ്ങ് കുറഞ്ഞ്, അങ്ങനെ ഞാൻ അതിനകത്തുള്ള കുറേ വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ആ എടുത്തു വെച്ചതും കൂടെ അങ്ങ് പോയി. കിടിലമായിരുന്നു ആ കുക്കിംഗ് വീഡിയോ. അങ്ങനെ അതങ്ങ് പോയി. ഒരു കണ്ടൻറ്റ് ഇന്ന് കിട്ടിയത് അങ്ങനെ പോയി. ഇനി ഏതെങ്കിലുമൊക്കെ നല്ല കണ്ടൻറ്റുകളിട്ട് ഞാനും മുന്നേറി വരാം. കുറേ കാലമായി ഇത് തുടങ്ങിയിട്ട്. 1 മാസം കൊണ്ട് തന്നെ ചാനൽ നല്ല ഗംഭീരമായിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ അവരുടെ ലക്കാണ്. നമ്മൾ എന്നും പറഞ്ഞ് മോശക്കാരാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മളും പിന്നാലെ തന്നെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് ഒരു ടൈം പാസ്സായിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ വാച്ച് ടൈം കൂടാനാണ് പാട്. ആളുകൾ വീഡിയോസ് കണ്ടെങ്കിൽ മാത്രമേ വാച്ച് ടൈം കൂടത്തുള്ളൂ. എനിക്ക് വാച്ച് ടൈം കൂടുമ്പോൾ ഞാനും എല്ലാം പെർഫെക്റ്റ് ആവും. എനിക്ക് ഇപ്പോൾ അന്നേരം നമ്മൾ മനസ്സുകൊണ്ടങ്ങ് മടിക്കും. വീഡിയോസിൻ്റെ റീച്ച് കുറയുമ്പോൾ നമ്മൾ താനെ അങ്ങ് മതിയാക്കും. ഇനിയിപ്പം വീഡിയോ ഒന്നും ഇടണ്ട, ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അങ്ങ് നമ്മൾ സ്വയം മനസ്സിനെ അങ്ങ് നെഗറ്റീവാക്കും. അങ്ങനെയാണ് പിന്നെ വീഡിയോ ഇടാതിരിക്കുന്നത്. വീഡിയോ ഇടാതിരുന്നാൽ ഇതിൻ്റെ സ്ഥിതി പിന്നെയും വഷളാവും. അങ്ങനെ പിന്നെയും
വീണ്ടും വിചാരിക്കും ഇനിയിപ്പോൾ ഇത് തുടങ്ങിപ്പോയി, ഒന്നും കൂടി ഇടാം. അങ്ങനെ വിചാരിച്ചാണ് വീണ്ടും ഇടുന്നത്. ഇന്ന് ഇത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഞാനും ആഗ്രഹിക്കുന്നു എൻ്റെ നല്ല കണ്ടൻറ്റൊക്കെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് ഒത്തിരി ലൈക്കും ഒക്കെ വാങ്ങിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ നമ്മളുടെ അടുത്ത് കുത്തി ഇങ്ങനെ ചോദിക്കുന്നതാണെങ്കിൽ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് എനിക്ക് നല്ല കണ്ടൻറ്റ് കണ്ടുപിടിച്ച് ഇട്ടുകൂടാ? അപ്പോൾ എനിക്ക് നല്ല ലൈക്ക് കിട്ടത്തില്ലേ? ഇത് ഞാൻ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനത് ചിന്തിച്ച് ഇനി നല്ല ഒരു വിഷയം തന്നെ കൊണ്ടുവരാൻ നോക്കാം. ഇപ്പോൾ ഫേസ്ബുക്കിലോട്ട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫാമിലിയായിട്ട് ഇറങ്ങി തിരിക്കാമെങ്കിൽ ഇത് നല്ല റീച്ച് ആവുമെന്ന് എനിക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യമല്ല. ഞാൻ ഈ ഒറ്റയ്ക്ക് കിടന്ന് കസർത്ത് കാണിക്കുന്നത് കൊണ്ടായത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ എങ്ങും സ്ഥലങ്ങളിലൊന്നും പോക്കും നടക്കത്തില്ല. മറ്റേത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന വീഡിയോസൊക്കെ ഇടാറുണ്ടായിരുന്നു. ഇപ്പം അത് വളരെ കുറവാണ്. അങ്ങനെയാണ് ഇതിങ്ങനെ പോകുന്നത്. ഇനി മാറ്റിപ്പിടിക്കാം എന്ന് കുറേ നാളുകൊണ്ട് പറയുന്നു. ഇതുവരെ നടന്നില്ല. പക്ഷേ ഞാൻ ഫേസ്ബുക്കിൽ എങ്ങനെയെങ്കിലും എന്തായാലും ഒരുവിധം കരകയറി വന്നുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒന്നിൽ നമുക്ക് മുന്നേറാം. എല്ലാം കൂടെ കിടന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ അവസാനം ഒന്നും ആകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറച്ച് ശ്രദ്ധിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് അങ്ങനെ ഭയങ്കര എനിക്ക് പനിയുടെ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. വൈകിട്ട് ഞാൻ വെള്ളം ചൂടാക്കി മേല് കഴുകി. എനിക്ക് കുളിക്കാനും പോലുമുള്ള ശാരീരിക സ്ഥിതി അല്ലായിരുന്നു. ചൂടാക്കി കുളിക്കുക ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി ഇവിടെ ഇരിക്കുക. വീഡിയോയുടെ അന്നേരമാണ് ഒരു പാർട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് റീച്ച് ആവുന്നില്ല, എനിക്ക് ഒന്നും കിട്ടുന്നില്ല, എന്നാൽ എല്ലാവരും വീഡിയോസ് കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്, അതൊരു ചോദ്യമാണ്. ആ ചോദ്യം എന്നെയും ചിന്താക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നും പറഞ്ഞ് എനിക്ക് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് കിടക്കാൻ പറ്റിയ, എനിക്ക് ലൈക്കില്ലേ, എനിക്ക് റീച്ചില്ലേ എന്ന് പറഞ്ഞൊന്നും നടക്കാൻ പറ്റത്തില്ല. ഉള്ളതൊക്കെ മതി. അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോവുകയാണ്. പിന്നെ എൻ്റെ വീഡിയോസിൽ പിന്നെ ഷോർട്ട് വീഡിയോസ് ഇടുന്നതിന് എനിക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്കത് കണ്ടുപിടിക്കാനും പറ്റിയില്ല. എനിക്ക് അതിനകത്ത് കളറൊന്നും വരുന്നില്ല, വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ ഞാൻ എൻ്റെ റീൽസ് ഇപ്പോൾ ഇടുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിനും തെളിച്ചമില്ല. എന്തൊരു കഷ്ടമെന്ന് പറയാൻ. നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഇടാനുള്ള മാനസികാവസ്ഥ വരുമ്പം എന്തെങ്കിലും പ്രോബ്ലം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഇരിക്കുന്നത്. എനിക്കത് മാറ്റാനും പറ്റുന്നില്ല. ഇനി കടകളിൽ അങ്ങനെ ഒന്നുകൊണ്ട് കാണിച്ചു നോക്കണേ. ഏതിലോ ഞെക്കുമ്പോൾ അത് റെഡിയാവും. അത് ഞാൻ എല്ലാത്തിലും ഞെക്കിയിട്ടും അത് റെഡിയായില്ല. അതാ കാര്യം. ഇങ്ങനെയൊക്കെയാണ് ഓരോ പ്രോബ്ലംസ്. ഞാൻ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് പലരുടെയും കാണുന്നേ ഇല്ല. കാരണം ഞാൻ ഫേസ്ബുക്കിലാണ് ഫുൾ ടൈം ഉള്ളത്. അവർക്ക് ലൈക്ക് കൊടുക്കുക, എനിക്ക് ലൈക്ക് അടിക്കുക എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മളടുത്ത് ഇതുള്ളവരുടെ അടുത്ത് നമ്മൾ ലൈക്കും കൊടുത്ത് അവരുടെ ആ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതിലോട്ടങ്ങ് തിരിഞ്ഞ്, അതാണ് കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ കൂട്ടുകാരെ.